ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 12 വ്യാഴാഴ്ചയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് തന്നെ കാണാം. കാരണം ഇന്ത്യയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ ഇന്നാണ് പുറത്തു വരാനിരിക്കുന്നത്. കൂടാതെ മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ TCSനെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ മറികടന്നിരിക്കുന്നു. കൂടാതെ ഇന്നലെ US ADRൽ ഇൻഫോസിസും വിപ്രോയും വലിയ ഇടിവാണ് ഉണ്ടാക്കിയത്. ഇൻഫോസിസ് 5%, വിപ്രോ 4% മുകളിലും ഇടിയുകയുണ്ടായി. ഇന്ന് ഏതായാലും നമ്മുടെ മാർക്കറ്റിൽ ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി മറ്റൊരു അറിയിപ്പ് കൂടി പറയാനുള്ളത്, അടുത്ത ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല. വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ടാണ് ആ ദിവസങ്ങളിൽ പ്രീ മാർക്കറ്റ് വീഡിയോ നമുക്ക് ചെയ്യാൻ കഴിയാത്തത്. ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ മുഴുവനായി തന്നെ കാണാം. ഇനി നമ്മുടെ ഈ വീഡിയോസിന് ലൈക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ആദ്യത്തെ വാർത്തയിലേക്കാണ്. ലിസ്റ്റഡ് ആൻഡ് അൺലിസ്റ്റഡ് കമ്പനികളുടെ വിദേശ നിക്ഷേപ നിയമങ്ങളിൽ മാറ്റം വരുന്നു. ഇന്ത്യയിലെ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നിയമങ്ങളിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്ര സർക്കാർ. ആദ്യം നമുക്ക് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്താണെന്ന് നോക്കാം. ആദ്യം അൺലിമിറ്റഡ് കമ്പനികളിൽ 1% എങ്കിലും വിദേശ നിക്ഷേപം വന്നാൽ അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയി കണക്കാക്കുന്നു. ലിസ്റ്റഡ് കമ്പനികളിലെ 10% താഴെയുള്ള വിദേശ നിക്ഷേപം ഉണ്ടെങ്കിൽ അത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആയി കണക്കാക്കുന്നു. 10% മുകളിൽ വന്നാൽ അത് FDI ആയി മാറുകയും ചെയ്യുന്നു. ഒരിക്കൽ FDI ആയി കണക്കാക്കിയ നിക്ഷേപം പിന്നീട് 10% താഴെ ആയാലും FDI ആയിട്ട് തന്നെ തുടരുകയാണ് ഉണ്ടാകുന്നത്. ഇനി പുതിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളത് ലിസ്റ്റഡ് ആൻഡ് അൺലിസ്റ്റഡ് കമ്പനികൾക്ക് ഒരേ രീതിയിലുള്ള നിക്ഷേപ നിയമങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കമ്പനികളുടെ ബോർഡുകൾക്ക് സ്വന്തമായി FDI പരിധി നിശ്ചയിക്കാനുള്ള അധികാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. ക്രോസ് ബോർഡർ ഷെയർ ട്രാൻസ്ഫർ വില നിശ്ചയിക്കാനുള്ള മാർഗനിർദ്ദേശത്തിലെ മാറ്റങ്ങൾ, ഡൗൺസ്ട്രീം ഇൻവെസ്റ്റ്മെന്റ് നിയമങ്ങളിലെ വ്യക്തത, ഇതൊക്കെയാണ് ഇനി പുതുതായി വരാൻ പോകുന്ന ചില കാര്യങ്ങൾ, അതിനുള്ള സാധ്യതകളായി വരുന്നത്. ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വിദേശ നിക്ഷേപം കൂടുതലായി ആകർഷിക്കുക, ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുക, അന്താരാഷ്ട്ര രീതികളോടുള്ള കൂടുതലായിട്ടുള്ള ഒരു ഒത്തുപോകൽ എന്നിവയെല്ലാമാണ്. ഇനി മറ്റൊരു അട്രാക്റ്റീവായിട്ടുള്ള വാർത്ത കൂടി ഇന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 15 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ TCSന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ മറികടന്നിരിക്കുന്നു. 2025 ഡിസംബർ ക്വാർട്ടറിൽ SBI ശക്തമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഭാവി വളർച്ചയെക്കുറിച്ച് നിക്ഷേപങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി. നിലവിലുള്ള സ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ടോപ്പ് പൊസിഷനിലുള്ളത്. അതിനുശേഷം HDFC ബാങ്കും അതിനുശേഷം ഭാരതി എയർടെല്ലും, അതിന് പിന്നാലെയായിട്ടാണ് SBI ഇപ്പോഴുള്ളത്. SBI സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണിത്. അടുത്തതായി ഇന്ത്യയിലെ ഡയറക്റ്റ് ടാക്സ് ശേഖരം ഈ സാമ്പത്തിക വർഷത്തിൽ, അതായത് ഫെബ്രുവരി 10 വരെ 9.4% വളർച്ച രേഖപ്പെടുത്തി. ഇതോടെ മൊത്തം ശേഖരം 19.43 ലക്ഷം കോടി രൂപയായി. ഇത് സർക്കാർ ലക്ഷ്യമിട്ട 24.21 ലക്ഷം കോടി രൂപയുടെ ഏകദേശം 80.2%. ഇനി ഇപ്പോഴത്തെ ഈ വളർച്ചയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് ശേഖരത്തിൽ റീഫണ്ടുകൾക്ക് ശേഷം 14.5% വളർച്ച നേടി. വ്യക്തിഗത വരുമാന നികുതി PIT ശേഖരം 5.9% വളർച്ച രേഖപ്പെടുത്തി. റീഫണ്ടുകൾ 18.82% കുറഞ്ഞ് 3.34 ലക്ഷം കോടി രൂപയായി. ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ടാക്സ് ശേഖരണം നല്ല വളർച്ച കാണിച്ചെങ്കിലും സർക്കാർ നൽകിയ നികുതി ഇളവുകൾ കാരണം വളർച്ചയുടെ വേഗത കുറഞ്ഞതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആയും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റുകൾ. ബുധനാഴ്ച നാസ്ഡാക്കും ഡൗ ജോൺസും നേരിയ തോതിൽ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേസമയം പ്രതീക്ഷിച്ചതിലും ശക്തമായിട്ടുള്ള തൊഴിൽ റിപ്പോർട്ട് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ ലഘൂകരിച്ചതിനാൽ S&P 500 ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. ഏതായാലും ഈ റിപ്പോർട്ടിന് ശേഷം US വിപണിയിൽ പെട്ടെന്ന് ഒരു റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ള ആശങ്ക കൂടി ഉണ്ടായി.
ഇനി CME ഫെഡ് വാച്ച് ടൂൾ പ്രകാരം 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യത ജൂൺ മാസത്തിൽ ഇപ്പോൾ 41%. ഇനി ഇൻവെസ്റ്റേഴ്സ് പ്രധാനമായും കാണുന്നത് ഇനി പുറത്തു വരാനിരിക്കുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയാണ്. വെള്ളിയാഴ്ചയാണ് ഡാറ്റ പുറത്തു വരിക. ഇനി ഇന്നലെ S&P 500-ൽ കൂടുതൽ ഇടിവുണ്ടാക്കിയ സെക്ടറുകൾ ഫിനാൻഷ്യൽസ്, കൺസ്യൂമർ സർവീസസ് സെക്ടറുകളായിരുന്നു. 1% മുകളിൽ ഇടിഞ്ഞു. എനർജി സ്റ്റോക്കുകൾ 1% മുകളിൽ നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ UK മാർക്കറ്റ് FTSE മാത്രമാണ് 1% മുകളിൽ ഉയർന്നത്. മറ്റുള്ള മാർക്കറ്റുകൾ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. FTSE 1% മുകളിൽ ഉയർന്നു. നിക്ഷേപകർ മൈനിങ്, എനർജി ഓഹരികൾ കൂടുതലായി ബൈ ചെയ്തതാണ്. കൂടുതൽ നേട്ടമുണ്ടാക്കിയ സെക്ടറുകൾ അതായിരുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ വലിയ നഷ്ടം നേരിട്ടിരിക്കുന്നത് ഇൻഫോസിസ് 5% ഇടിഞ്ഞു. വിപ്രോ 4% ഇടിവ് രേഖപ്പെടുത്തി. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 2% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 1% ഇടിവും രേഖപ്പെടുത്തി. ഏതായാലും ഇന്നും IT സെക്ടർ ഫോക്കസിൽ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.08% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.26% നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് 2.30% നേട്ടത്തിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 25,991 എന്ന നിലയിൽ 20 പോയിന്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 15 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അടുത്തായി ഗോൾഡ് പ്രൈസിലേക്ക്. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 1% മുകളിൽ ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,17,040 എന്ന നിലയിലാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഇപ്പോൾ 1.5% ഇടിവിൽ $67,000 ട്രേഡ് ചെയ്യുന്നത്. ഇനി ഓയിൽ പ്രൈസുകൾ ഇന്നലെ 1% മുകളിൽ ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി മാർക്കറ്റ് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഈ സമയത്ത് ഒത്തിരിയേറെ സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വാട്സപ്പ്, ടെലഗ്രാം ചാനലുകളിൽ നമ്മൾ നൽകാറുണ്ട്. അത്തരത്തിൽ ആർക്കെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ബിഗിനേഴ്സിനായിട്ട് ഒത്തിരിയേറെ വീഡിയോസ് നമ്മൾ ഇതിനോടകം തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആരെങ്കിലും ആ വീഡിയോസ് കാണാത്തവരായി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. കൂടാതെ ഈ ന്യൂ ജനറേഷനിൽ AI ഒക്കെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒത്തിരിയേറെ നമ്മുടെ ട്രേഡിംഗ് എളുപ്പമാക്കാൻ AIക്ക് കഴിയും. അത്തരത്തിൽ AI പ്രോംപ്റ്റ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്തതായി പ്രധാനപ്പെട്ട കമ്പനികളുടെ പുറത്തു വന്ന റിസൾട്ടിലേക്കാണ്. ആദ്യം LG ഇലക്ട്രോണിക്സ് ഇന്ത്യ. ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 61.1% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂവിൽ 6.4% ഇടിവും രേഖപ്പെടുത്തിയിരിക്കുന്നു. 4,114.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 71 മടങ്ങിൻ്റെ വർധനവ് വന്നു. 131.03 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ നല്ല വർധനവാണ്. 38.3% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് പതഞ്ജലി ഫുഡ്സ് ആണ്. പ്രോഫിറ്റിൽ 60% വർധനവാണ് വന്നിരിക്കുന്നത്. 593.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 16.5% വർധനവ് വന്നിരിക്കുന്നു. 10,483.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് അമർ രാജ ബാറ്ററീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 53% ഇടിവ് വന്നിരിക്കുന്നു. 140.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 4.2% വർധനവും രേഖപ്പെടുത്തി. അടുത്തത് പ്രോട്ടിയോൺ ഗവൺമെൻറ് ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 1.9% ഇടിവ് വന്നിരിക്കുന്നു. 22.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 13.1% വർധനമാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, കോൾ ഇന്ത്യ, ലൂപ്പിൻ, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഹൊനാസ കൺസ്യൂമർ, അബോട്ട് ഇന്ത്യ, ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ, ഭാരത് ഫോർജ്, ബയോകോൺ, ക്രിസിൽ, എൻഡ്യൂറൻസ് ടെക്നോളജി, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, ഇന്ത്യൻ ഹോട്ടൽസ്, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, മുത്തൂറ്റ് ഫിനാൻസ്, നാറ്റ്കോ ഫാർമ, പെട്രോനെറ്റ് LNG, RCF, TVS ഇലക്ട്രോണിക്സ്, വെൽപ്സൺ ലിവിംഗ്, സാഗിൾ പ്രീപെയ്ഡ് ഓഷൻ സർവീസസ്, സ്പൈസ് ജെറ്റ് തുടങ്ങിയവയാണ്. FIDA ആക്ടിവിറ്റിയിലേക്കാണ്. തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. FIS വീണ്ടും ബൈയിങ്ങിലേക്ക് തിരിച്ചു വരുന്നു. ഇന്നലെ 944 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്ത്. DIS ആവട്ടെ 125 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്.
25,954 19 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെയും നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരു റെഡ് ക്യാൻഡിൽ തന്നെയാണ് ഇന്നലെ ഫോം ആയിട്ടുള്ളത്. അതായത് കൃത്യമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഒന്നും ഇപ്പോഴും നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നില്ല. എന്നിരുന്നാലും ഒരു പൊതുവിൽ ഒരു അപ് ട്രെൻഡ് തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ ഉള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ അപ്സൈഡിലെ ഈ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെ അപ്സൈഡിൽ സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 26,000 മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെക്കേണ്ടതായിട്ടുണ്ട്. നിഫ്റ്റി ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ ദിവസവും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഒരു ഹയർ ലോ ഫോർമേഷനാണ് നിഫ്റ്റിയിൽ കഴിഞ്ഞ 4 ദിവസമായിട്ടും ഫോം ആവുന്നത്. കൂടാതെ ഇന്ത്യ വിക്സ് വീണ്ടും ഇടിഞ്ഞു 1% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 11.55 ക്ലോസ് ചെയ്യുന്നത്. എല്ലാ പ്രധാനപ്പെട്ട കീ മൂവിംഗ് ആവറേജുകൾക്കും താഴെയായിട്ടാണ് ക്ലോസ് ചെയ്യുന്നതും. ഇതുകൂടാതെ ഇപ്പോൾ FIIs ബൈയിങ്ങിലേക്ക് തിരികെ വരുന്നത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്നലത്തെ ക്യാൻഡിൽ പ്രത്യേകമായി നോക്കുകയാണെങ്കിൽ ലോവർ ലെവലിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു ക്യാൻഡിൽ കൂടിയാണിത്. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,900-ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 60,745-ൽ 119 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസിംഗ് വെച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ആ ഒരു പ്രധാനപ്പെട്ട അപ്സൈഡിലെ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെക്കാൻ സാധിച്ചിട്ടില്ല. ശക്തമായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ടോട് കൂടിയുള്ള ഒരു നല്ല ക്ലോസിംഗ് ബാങ്ക് നിഫ്റ്റിയിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 61,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 60,500-ഉമാണ്. ഇനി ഇന്ന് മുതൽ നമ്മൾ ചില സ്റ്റോക്കുകൾ കൂടി ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യം നല്ല ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത്. തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് എന്ന സ്റ്റോക്കാണ്. ഇന്നലെ 5% ഒരു ഇടിവുണ്ടായെങ്കിലും നല്ല ബുള്ളിഷായി തന്നെയാണ് സ്റ്റോക്ക് തുടരുന്നത്. ഫസ്റ്റ് ടാർഗറ്റായി നമുക്ക് കാണാൻ കഴിയുന്നത് 750. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് തന്നെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. കൂടുതലായി നിങ്ങൾ ഈ സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ജസ്റ്റ് ഞങ്ങൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇത്തരത്തിൽ നല്ല നല്ല സ്റ്റോക്കുകൾ കൂടുതലായിട്ട് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.